പെട്രോൾ ഒറ്റ കാര്യം, ഈ ക്രിസ്റ്റഫറിന്റെ മേരിയുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇതിൽ ക്രിസ്റ്റഫറിന് 50% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മേരിക്കും കാര്യമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തിരി ഗുരുതരമായി തന്നെയാണ് അവരുടെ നിലയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാലോ, നമ്മൾ ആ വാഹനമൊക്കെ കണ്ടതാണ്. ആ വാഹനം തന്നെ ഏറെക്കുറെ കാര്യമായി തീയേറ്റിട്ടുണ്ട് വാഹനത്തിന്. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ഒരു ഭാഗം കാര്യമായി തന്നെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പൊള്ളലേറ്റ് ഈ കത്തി ഈ സീറ്റെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. അതാ ഇവിടെ കാണാം, ഈ ഭാഗത്താണ് നമ്മൾ കാണിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. നമ്മൾ ആ വാഹനത്തിന്റെ വിഷ്വൽ മാത്രം പ്രത്യേകമായി കാണിക്കുന്നുണ്ട്. ഇത് മെയിൻ റോഡിൽ നിന്ന് എത്ര ഉള്ളിലേക്കാണ് സഹിൻ? ഇത് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ, വടുതലൈ ലൂർദ് ആശുപത്രിയുണ്ട്. ലൂർദ് ആശുപത്രിയുടെ പിറകുവശത്താണ്. അവിടെ നിന്ന് ഇടതുവശത്തേക്ക് ഒരു വഴിയുണ്ട്. അത് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് തൊട്ടടുത്തൊരു കെട്ടിട സമുച്ചയമുണ്ട്. അതിന് സൈഡിലൂടെയുള്ള ഒരു വഴിയാണ്. വലിയൊരു ഇടവഴിയാണിത്. കാരണം നല്ല നീളമുള്ള ഒരു ഇടവഴി. ആ ഇടവഴി കയറി വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അവിടെ സാധാരണ ഒരു ഇരുചക്ര വാഹനം കടന്നു പോകാനുള്ള ഒരു വഴിയാണ്. ആ വഴിയിലാണ് ഇവരെ തടഞ്ഞു നിർത്തുന്നതും ഇവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നതും. അവിടെ നിന്നും ഈ രണ്ടുപേരും തീ പടർന്നതോടുകൂടി രണ്ടുപേരും ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നു. അവിടെ ഇവർക്ക് വെള്ളവും മറ്റും കൊടുത്ത് ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ പരിസരവാസികളൊക്കെ പറയുന്നത് ഈ വില്യം എന്ന് പറയുന്ന ഒരാൾ, ഈ ആള് നിരന്തരമായി ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന, അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണ ശരിയല്ല. ഒറ്റക്ക് ജീവിക്കണേണ്, അവിവാഹിതനാണ്. അപ്പൊ അതിൻ്റെതായ കുറെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് വാസ്തവത്തിൽ വഴിത്തർക്കമല്ലത്. ഇത് ഇവര് തമ്മിലുണ്ടായ വ്യക്തിപരമായിട്ടുണ്ടായ ചില അസ്വസ്ഥങ്ങൾ. എപ്പോഴും വില്യംസ് ഈ ഭാഗത്താണല്ലോ ഇരിക്കണം. അപ്പൊ ഇതിലെ കൂടി പോകുമ്പോ നോക്കി, അങ്ങനെ ഭാര്യനെ നോക്കി, അങ്ങനെയൊക്കെയുള്ള ചില തർക്കങ്ങളിൽ നിന്ന് വന്നാണ്. പിന്നീട് അവരുടെ വീട്ടിൽ മാലിന്യങ്ങൾ എറിഞ്ഞതായിട്ട് കണ്ട്, വിസർജ്യം എറിഞ്ഞതായിട്ട് കണ്ട്, മനുഷ്യ വിസർജ്യം. അപ്പോഴാണ് പോലീസ് കേസ് കൊടുത്തതും CCTV വെച്ചു. CCTV വെച്ചതാണ് വില്യമിന് കൂടുതൽ പ്രകോപിതമായത്. എന്നുവെച്ചാൽ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണല്ലോ ഫോക്കസ് ചെയ്ത് വെച്ചത്. അപ്പൊ അതിൽ കൂടി വൈരാഗ്യം കൂടി. അതൊക്കെ ആയിരിക്കാം ഇന്ന് തീർത്തിരിക്കുന്നത്. പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം വല്ലതും ഉണ്ടായിട്ടുണ്ട്? ഒരാളായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് നമ്മളിവിടെ റെസിഡൻസ് അസോസിയേഷന്റെയും പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ വന്ന് കാര്യങ്ങൾ രണ്ടുപേരും പറയാറുണ്ട്. അപ്പൊ CCTV വെച്ചതിനെ സംബന്ധിച്ചുള്ള തർക്കം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത അത് അവന്റെ വീട്ടിലല്ലേ CCTV വെച്ചത്, ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ. അപ്പൊ നമുക്കത് ഇടപെടാൻ പറ്റൂല, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇദ്ദേഹം ഉണ്ടായത്. അതാണ് സംഭവം. അതൊരു പ്രകോപനത്തിന് കാരണം ഇതിന്റെ അകത്ത് കൂടുതൽ മുറിച്ചിക്കാൻ ലഹരി വല്ല ഉപയോഗിക്കുന്ന ആളോ വല്ലോ ആയിരുന്നു? അതൊന്നുമില്ല. ഇടയ്ക്ക് വല്ല മദ്യപാനം, വല്ല ഒക്കേഷനിലെ മദ്യപാനം. ഇന്ന് മദ്യപിച്ചോ അങ്ങനെ ഒരു പിടുത്തമില്ല അതിനെ പറ്റി. അതൊന്നും അറിയില്ല. ഒരു പ്രകോപനത്തിന് എന്താണ് കാരണമെന്ന് ഇപ്പോഴും നമുക്കൊന്നുമില്ല. അത് മുൻപൈരാഗ്യം തന്നെ. ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ആയിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ ഒരു പ്രശ്നമില്ല. ഇല്ല. ഉണ്ടെങ്കിൽ ഞാനറിയാം, ഞാൻ തൊട്ടപ്പുറത്തുള്ളതല്ലേ. എന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റഫർ ആയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ഒന്ന് പറയേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ആളുകളെ അങ്ങനെ ഒരു കാര്യവും സംസാരിച്ചാളായിട്ടൊന്നുമില്ല. ഒരു 3-4 മാസം വിട്ട് ഒരു പ്രശ്നമില്ല. ഇതിക്ക് മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെ കൗൺസിലർ ഇടപെട്ട് തീർത്തതാണത്. രണ്ടുപേരോടും സംസാരിച്ച് അവസാനിപ്പിച്ചത് തീർത്താണ്. അതിനുശേഷമാണ് ഇനി ഇവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോ എന്തെങ്കിലും സംസാരം എന്തെങ്കിലും ഉണ്ടായോ നമുക്കറിയില്ല. ഞങ്ങളുടെ മുഖതാവിലൊന്നും ഉണ്ടായിട്ടില്ല, നമ്മുടെ മുന്നിലൊന്നും ഉണ്ടായിട്ടില്ല. വൈകുന്നേരം ഒരു പള്ളി കഴിഞ്ഞ് 8 മണി 7:50 8 മണി. അതെ. ഇദ്ദേഹം തീ കൊളുത്തിയ ശേഷം ഉടൻ തന്നെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു? ഇല്ല, ഞങ്ങൾ അപ്പൊ തന്നെ ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയല്ല. അപ്പൊ അവിടെ ഉടൻ തന്നെ പോലീസ് വന്നു. വിത്തിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പരിസരവാസികൾ കൂടെ വരണം, ആളവിന്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോലീസുകാരുടെ കൂടെ നിന്ന് അവരെ സഹായം ചെയ്ത് കൊടുത്തു. കഴിഞ്ഞപ്പോഴാണെങ്കിൽ എല്ലാ ഡോറും ലോക്കായിരുന്നു. അപ്പൊ പോലീസുകാർക്ക് സംശയം തോന്നി. ഫ്രണ്ട് ഡോറ് പോലീസുകാർ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഫ്രണ്ട് റൂമിൽ തൂങ്ങിക്കിടക്കണ, മുന്നിലത്തെ റൂമിൽ തന്നെ തൂങ്ങി. ഈ വീട്ടിൽ ഇയാൾ ഒറ്റക്കായിരുന്നു? അയാൾ ഇളയ മോഹൻ എന്നുള്ള നിലയിൽ ഇയാൾക്ക് അവകാശമായിട്ട് കിട്ടിയത്. മാതാപിതാക്കളൊക്കെ വർഷങ്ങളായി മരണപ്പെട്ടിട്ട്. അതെ. ഇയാൾ ഒറ്റക്ക് താമസിക്കണേ? അതെ. ജോലി എന്തായിരുന്നു ഇത് ഇയാൾ? പോളിഷ്. അതെ. പെയിന്റിങ്ങും പോളിഷും. സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നു. വണ്ടിയൊക്കെ ഇരിക്കണവർക്ക് എപ്പോഴും നല്ല പുതിയതായിട്ട് തുടച്ചു മെനക്കിട്ടൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. അതെ. സംഭവിച്ചത് ഇതാണ്.
ഇത് തന്നെയാണ് പിന്നില്ല. ഇപ്പോൾ ഏറ്റവും വ്യക്തമായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അതായത് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ആ പൊരുത്തക്കേടിന് കാരണം ഒന്ന് CCTV വെച്ചത് തന്നെ നിരീക്ഷിക്കാനാണെന്നുള്ള അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ. ഈ നിരീക്ഷിക്കാൻ എന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വെച്ചേക്കണത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ മാലിന്യം എറിഞ്ഞല്ല, പിന്നെ ഈ മനുഷ്യ വിസർജവും എറിഞ്ഞ അതിൻ്റെ അകത്ത്. അപ്പൊ അതും കൂടി വന്നപ്പോ ക്രിസ്റ്റഫർ CCTV വെച്ചത്. അത് അവിടെ നിന്നാണ് ഈ പ്രശ്നം. ഫോക്കസ് ചെയ്യാൻ വെക്കുന്നത് നിങ്ങൾ ആരും ഇടപെടുന്നില്ല, എല്ലാവരോടും ഞാൻ പരാതി പറഞ്ഞു. അങ്ങനെ പരാതിയൊന്നും നമ്മളോട് ഒന്നും ഇയാള് പറഞ്ഞിട്ടില്ല. ക്രിസ്റ്റഫർ വിഷമം പറയുമ്പോഴും ക്രിസ്റ്റഫർ വിഷമം പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ വേറെ വല്ല ഭാര്യ ഭർത്താവ് മാത്രമല്ല, കുട്ടികളൊന്നും ഇല്ല. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ജീവിക്കാനുള്ള. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇതിലൂടെ മുമ്പേ കൂടി പോകണ്ടേ. ഈ വില്യംസിനെ കടന്നിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാൻ. എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുമായിരിക്കും. അതെ അതൊക്കെ അത് തന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ ചില മനുഷ്യരങ്ങനെയാണ്. ഈ കാണുന്നത് പോലെ പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഒരു നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം. ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ താമസിക്കുന്നു. അയാള് തൊട്ടടുത്ത് താമസിക്കുന്ന ആ ദമ്പതികളെ അവരെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവർ മരണപ്പെട്ടില്ല എന്ന് ഉറപ്പിച്ചതോടുകൂടി അയാൾ പോയി സ്വയം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി വടുതലയിൽ ഈ ലൂർദ് ആശുപത്രിയോട് ചേർന്നുള്ള ഇടത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ശരി, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് ഇതുവരെ വളരെ വിശദമായ വിവരങ്ങളുമായും അവിടുത്തെ പ്രതികരണങ്ങളുമായും നമുക്കൊപ്പം സംഭവ സ്ഥലത്ത് നിന്ന് ഈ രാത്രി ചേർന്നത്. കൊച്ചിയിലാണ്, കൊച്ചി വടുതലയിലാണ് ഇപ്പോൾ അയൽവാസികളെ തീ കൊളുത്തി യുവാവ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. പൊള്ളലേറ്റ് 2 പേർ ആശുപത്രിയിൽ ആണ്. സ്കൂട്ടറിൽ വരികയായിരുന്നു ദമ്പതികളെ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മറ്റൊരു അയൽവാസിയായിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുള്ള, ഇത്രയും നാൾ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ടുള്ള ആൾ പറയുന്നത് അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CCTV വെച്ചതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കാം പ്രകോപന കാരണം. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ സഹിനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്.